മനോരമ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തിയാൽ അവരെ നന്മ മരമാക്കുന്ന സ്ഥിരം ഒരു ഫോട്ടോഷൂട്ടുണ്ട്. ഇന്നിപ്പോ എറണാകുളത്തും അരങ്ങേറി. രാഹുൽ ഗാന്ധി പതിവ് പോലെ വേദിയിലിരിക്കുന്നു. ഒരു കുഞ്ഞ് അപ്രതീക്ഷിതമായിട്ട് അതിനൊരു ഉൾവിളി ഉണ്ടാകുന്നു. എവിടെയോ നിന്ന് ഒരു റോസാപ്പൂവുമായിട്ട് ഓടി രാഹുൽ ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നു. പിന്നാലെ മനോരമയുടെ ആ ക്യാപ്ഷൻ അങ്ങ് നോക്കിയേ. വേദിയിലേക്ക് എത്തിയ കുഞ്ഞിനൊപ്പം സെൽഫി എടുത്ത് ചോക്ലേറ്റ് നൽകി രാഹുൽ ഗാന്ധി. എറണാകുളത്ത് KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്തിനിടയിലെ ദൃശ്യം കണ്ടല്ലോ. ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു കുട്ടി വരുന്നു. ആ കുട്ടിക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു. എങ്ങനെ? രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കടയാണല്ലോ. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചോക്ലേറ്റ് സ്റ്റോക്ക് കാണും. ഇപ്പോൾ കുട്ടി വരും, അല്ലെങ്കിൽ കുട്ടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചോക്ലേറ്റ് കടയായിട്ട് നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം സെൽഫി എടുക്കുന്നു. കേരളത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നാൽ വഴിയരികിൽ കുട്ടികൾ നിൽക്കും, ചോക്ലേറ്റ് കൊടുക്കും. സാധാരണ ഒരു ചായക്കടയിൽ കയറി പഫ്സ് കഴിക്കും, ചായയെക്കുറിച്ച് അഭിപ്രായം പറയും. മനോരമ ഇവിടങ്ങളിലെല്ലാം കൃത്യമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. എന്തൊരു ആകസ്മികതയും നോക്കണേ. മലയാളികളെ എങ്ങനെയൊക്കെ മണ്ടന്മാരാക്കി, ചില കഴിവില്ലാത്തവരെ കഴിവുറ്റവരാക്കി മാറ്റുന്ന രീതിയാണ് നിങ്ങൾ കാണുന്നത്. രാജ്യത്താകമാനമുള്ള തെരഞ്ഞെടുപ്പുകൾ തോറ്റു പരാജയപ്പെട്ടു വരുന്ന വ്യക്തിയാണ്. എന്നിരുന്നാലും ഗാന്ധി കുടുംബം, ആ വികാരം നമ്മളെ ഉണ്ടാകണം. ആ വികാരം എല്ലാ കാലത്തും പൊട്ടിയൊലിക്കാൻ വേണ്ടി ഇമാതിരിയുള്ള ഊള PR ഷൂട്ടുകൾ നടത്തും. ഇത് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാവിനെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയേ. മുഖ്യമന്ത്രിക്ക് ഒരു വ്യക്തി കൊടുത്തു എന്ന് വിചാരിച്ചോ, മനോരമയിൽ വാർത്ത വരില്ല. ഒരു കുഞ്ഞ് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും ലോഹ്യം പറഞ്ഞു എന്ന് വെച്ചേ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ മൈക്ക് കേടാണ്, വളരെ പ്രശ്നമാണ്. വീണ്ടും മൈക്ക് പണിമുടക്കി. അതായത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക മുഖഭാവമുള്ള ചില ചിത്രങ്ങൾ വെച്ചിട്ട് ഇവരൊക്കെ ക്രൂരന്മാരാണ്. രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ നന്മ മരങ്ങളാണെന്ന് ചിത്രീകരിക്കുന്ന രീതി എങ്ങനെയാണെന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട പുതിയ കാലഘട്ടത്തിൻ്റെ പണം പേടിച്ചുള്ള PR ഷൂട്ടിൻ്റെ തീവ്രത എത്രത്തോളമാണ്. ചിലരെയൊക്കെ നന്മ മരങ്ങളാക്കുന്ന രീതി ഇങ്ങനെയൊക്കെയാണ് അവലംബിക്കുന്നത്. ഇത് ചിലർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. പഫ്സ് കഴിക്കാം, വട കഴിക്കാം, ചായ കുടിക്കാം, അതൊക്കെ സിംപ്ലിസിറ്റിയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് ആ സിംപ്ലിസിറ്റി അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ കാണാൻ പറ്റില്ല. ഏറ്റവും സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിദേശ ടൂർ പോകുന്ന മഹാനെക്കുറിച്ച് എവിടെയെങ്കിലും ഒരിടത്തൊരു വിമർശനം കണ്ടിട്ടുണ്ടോ? അതൊന്നും അറിഞ്ഞ ഭാവമേ നടിക്കില്ല. ഇതാണ് കേരളത്തിലെ 2 തരം PR വർക്കുകളെന്ന് നാട്ടുകാർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഉഡായിപ്പിനെ ഇങ്ങനെ തുറന്നു കാട്ടുന്നത്.